السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين، أما بعد فاتقوا الله عباد الله. وعن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال: لا يرد الدعاء بين الأذان والإقامة. رواه مسلم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു അനുവദിക്കുന്ന ആയുസ് വരെ നാം ഇവിടെ ജീവിക്കുമ്പോൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത് എന്നും നന്ദിയുള്ള നല്ല മനുഷ്യരായി തഖ്വയുള്ള മുഅ്മിനീങ്ങളായി മുവഹിദുകളായി മാറണമെന്ന് ഉപദേശിക്കുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ലാ യുറദ്ദു ദുആഉ, ദുആ തള്ളപ്പെടുകയില്ല, അല്ലാഹു തആല തട്ടിക്കളയില്ല. പ്രാർത്ഥന സ്വീകരിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ഹദീസിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ടത് ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവുമായി അടുക്കാനും ദുആ ചെയ്യാനും വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദുആ ഇല്ലാതെ ഒന്നും നേടാൻ കഴിയില്ല. അല്ലാഹു വിധിച്ച ഒരു വിധിയെ വരെ ദുആ കൊണ്ട് മാറ്റപ്പെടാം. ഇപ്പൊ നമസ്കാരത്തിന് പറയുന്ന പേര് സ്വലാത്ത് എന്നാണ്. പ്രവാചകന്റെ മേൽ ചൊല്ലുന്നതിന് പറയുന്നത് സ്വലാത്ത് എന്നാണ്. സ്വലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്. കൈ കെട്ടിയത് മുതൽ അത്തഹിയ്യാത്ത് വരെ ദുആയാണ്. ദുആയിലൂടെയാണ് അല്ലാഹു നമ്മളെ പരിഗണിക്കുന്നത്. ഒരാൾ എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നതിനാണെന്ന് വിചാരിക്കുക. എന്നാൽ അത് നിലനിർത്താൻ വേണ്ടിയാണ് ദുആ ചെയ്യണം. ഒരു സെക്കൻഡ് മതി രോഗം വരാൻ, അല്ലാഹു കാക്കുമാറാവട്ടെ. അപ്പം ലാ യുറദ്ദു ദുആഉ, ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല, റദ്ദ് ചെയ്യപ്പെടുകയില്ല. ബൈനൽ അദാനി വൽ ഇഖാമ, ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടയിലുള്ള കുറഞ്ഞ സമയം. ആ സമയത്ത് നാം ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ളവരാണ്. നമ്മൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങളുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ല കടമില്ലാത്ത വൈകിട്ടാകണമെന്ന്. ആ ബാങ്കിന്റെയും ഇഖാമത്തിനും ഇടയിലുള്ള സമയം ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തള്ളിക്കളയില്ല, ഉപയോഗപ്പെടുത്തണം. ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ യജമാനനായ അല്ലാഹുവിന് എന്താണോ ചോദിക്കാനുള്ളത്, പാപമോചനങ്ങൾ ഉണ്ടാകാം, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകും, മക്കളുടെ പ്രയാസങ്ങൾ ഉണ്ടാകും, അതുപോലെ രോഗങ്ങൾ ഉണ്ടാകും, കടങ്ങൾ ഉണ്ടാകും, കച്ചവടങ്ങൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. ആ സമയം ഉപയോഗപ്പെടുത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബാങ്കിന്റെ സമയത്തേക്ക് പള്ളിയിൽ എത്തണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാങ്കിന് ശേഷമുള്ള ദുആയുണ്ട്, മറക്കരുത്. അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതല്ലെങ്കിൽ തഹയ്യത്ത് ഉൾപ്പെടെയാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് റഹ്മാനായ റബ്ബുമായിട്ട് അടുക്കണം. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ല മനുഷ്യരായി നാം ജീവിക്കുക. റഹ്മാനായ റബ്ബ് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഇന്നലെ മരണപ്പെട്ടു പോയ ആ മകന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെയും മക്കളെയും മരുമക്കളെയും നീ കാക്കണേ റഹ്മാനെ. പടച്ചവനെ, ആ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് നീ സമാധാനവും ക്ഷമയും നൽകണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربونا صغارا السلام عليكم ورحمة الله وبركاته.